ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലം ചാരുഭക്ഷണം ഉമാസുതം ശോകവിനാശകാരകം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഇന്നത്തെ നമ്മുടെ വിഷയം ബൊമ്മ കൊലു. ഞാൻ ബാലരാമപുരം സ്വദേശിയാണ്. എൻ്റെ കുട്ടിക്കാലം തമിഴ്നാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടിക്കാലത്ത് തമിഴ്നാട്ടിലെ ഗൊലു ഞാൻ കണ്ടിട്ടുണ്ട്. തിരികെ ഒരു 9 വയസ്സൊക്കെ ആയപ്പോഴായിരിക്കാം കേരളത്തിലേക്ക് വന്നത്. അപ്പോഴത്തേക്കും ഈ സരസ്വതി പൂജാ ദിവസങ്ങളിൽ ഇവിടെ ഗൊലു കണ്ടിട്ടില്ല. എന്നാൽ തുടർന്ന് ഉപരി പഠനാർത്ഥം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട തെരുവുകളിൽ ഗൊലു കാണാൻ ഇടയായി. കുറച്ച് വർഷങ്ങൾക്ക് അപ്പുറത്ത് എൻ്റെ വീട്ടിന് സമീപത്ത് തന്നെ മീ ടു മീ എന്ന ധ്യാന കേന്ദ്രത്തിൽ അതിബൃഹത്തായ ബൊമ്മക്കൊലു കണ്ടു. ഞാൻ അന്ന് വരെ കണ്ടിട്ടുള്ള ബൊമ്മക്കൊലുകളിൽ ഏറ്റവും വലുതായിരുന്നു മീ ടു മീ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ കണ്ടത്. അതിനുശേഷം കുടുംബമായിട്ട് ഞാനിവിടെ വരികയും വർഷം തോറും വരികയും ഈ ഗൊലു കണ്ട് അനുഗ്രഹം വാങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് തുടർന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി. ഗൊലുവിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകണം. ഈ ഗൊലു എങ്ങനെ? കാര്യം ഉത്തരേന്ത്യയിലായിരുന്ന കാലത്ത് അവിടെ ഈ ഗൊലു ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഗൊലുവുമായി ബന്ധപ്പെടുത്താവുന്ന ചില പാവനാടകങ്ങൾ, നാടകങ്ങൾ, അങ്ങനെയുള്ള ചിലത് അത് നമുക്ക് ബന്ധപ്പെടുത്താനേ പറ്റൂ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വിഗ്രഹങ്ങൾ തട്ടുകളായി അടുക്കി വയ്ക്കുന്ന തരത്തിലുള്ള ആ ഒരു ഉത്സവം അവിടെയില്ല. അങ്ങനെ ഞാൻ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഭാരതത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഗോവയുടെ ചില ഭാഗങ്ങളിൽ, നിലവിലെ തെലുങ്കാന, പിന്നെ കേരളത്തിൽ തമിഴർ താമസിക്കുന്നുണ്ട്. അവരുടെ ഇടയിലും തെലുങ്ക് ബ്രാഹ്മിൺസ്, തമിഴ് ബ്രാഹ്മിൺസ്, അങ്ങനെയുള്ള ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഇടയിലും ഈ നവരാത്രി സമയത്ത്, ശാരദീയ നവരാത്രി സമയത്ത് ബൊമ്മക്കൊലു കണ്ടുവരുന്നു. ഈ അടുത്ത കാലത്തായിട്ട്, അതായത് ഒരു 5 വർഷത്തിനിപ്പുറം ഗൊലുവിൻ്റെ വിവിധ വാർത്തകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൊമ്മക്കൊലുവിനെ സംബന്ധിക്കുന്ന ആദ്യത്തെ ചാനൽ വാർത്ത, ആദ്യത്തെ പത്രവാർത്ത മീ ടു മീ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. അവരുടെ മീ ടു മീ ധ്യാന കേന്ദ്രത്തിലെ ഗൊലുവിനെ കുറിച്ചാണ്
ആദ്യത്തെ ചാനൽ വാർത്തയും പത്രവാർത്തയും ഉണ്ടാകുന്നത്. അതിനുശേഷം കേരളത്തിൻ്റെ അങ്ങ് നിന്ന് ഗൊലുവയ്ക്കുന്നതിൻ്റെ വാർത്തകൾ പത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ബൊമ്മക്കൊലു എന്ന് പറയുമ്പോൾ രണ്ട് വാക്കുകളുടെ സംയോജനമാണ്. ഒന്ന് ബൊമ്മ, മറ്റൊന്ന് കൊലു. ആ വാക്കുകളുടെ അർത്ഥത്തിലേക്ക്, ബൊമ്മ എന്ന വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ കളിപ്പാട്ടങ്ങൾ, വിഗ്രഹങ്ങൾ, പാവകൾ, ഇതൊക്കെ കല്ലിലുള്ളതാകാം, മണ്ണിലുള്ളതാകാം, നിലവിലെ പ്ലാസ്റ്റിക്കിലുള്ളതും വയ്ക്കുന്നു. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ ഉള്ള വിഗ്രഹങ്ങൾ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഏത് തരത്തിലുള്ള വിഗ്രഹങ്ങളോ പ്രതിമകളോ കളിപ്പാവകളോ ഒക്കെ ആണ് ബൊമ്മ എന്ന വാക്കുകൊണ്ട്. കൊലു എന്ന് പറയുമ്പോൾ ഭംഗിയായി ക്രമീകരിക്കുക, അലങ്കാരമായി ക്രമീകരിക്കുക, നിരനിരയായി ക്രമീകരിക്കുക, പടിപ്പടിയായി ക്രമീകരിക്കുക. അതായത് ഒരു പടിയിൽ നിന്നും അടുത്ത പടി, അടുത്ത പടിയിൽ നിന്നും അടുത്ത പടി, അതിനെയാണ് പടിപ്പടിയായി എന്ന് ഉദ്ദേശിച്ചത്. എന്താണ് ക്രമീകരിക്കുന്നത്? ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ, ഭൂതഗണങ്ങളുടെ രൂപങ്ങൾ, കലാസൃഷ്ടികൾ, സംഗീത ഉപകരണങ്ങൾ, നൃത്തരൂപങ്ങൾ തുടങ്ങി എത്രയെത്ര മഹനീയ രൂപങ്ങൾ ആണ് ഈ പടിപ്പടിയായി നിരത്തി ആരാധിക്കുന്ന രീതിയിൽ വയ്ക്കുന്നത്. ഇപ്പോൾ ഇത് ദക്ഷിണ ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമായി മാറിയിട്ടുണ്ട്. താമസിയാതെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൂജവയ്പ്പിനോടനുബന്ധിച്ച് ഗൊലുവയ്ക്കുന്ന ഒരു സാംസ്കാരികത എത്തിച്ചേരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. വിവിധ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പേരെങ്ങനെയാണെന്ന് നോക്കാം. ആന്ധ്രാപ്രദേശ്, തെലുങ്കാനയും, രണ്ടിടത്തും തെലുങ്കാണല്ലോ സംസാരിക്കുന്നത്. അവർ ഉപയോഗിക്കുന്ന വാക്ക് ബൊമ്മക്കുലു. തെലുങ്ക് ഭാഷയിലെ ഈ വാക്ക് ബൊമ്മക്കുലു. തമിഴിലെ ബൊമ്മൈക്കൊലു, ബൊമ്മൈ. ഇനി നമുക്ക് കന്നഡ ഭാഷയിൽ എന്ത് പറയണമെന്ന് നോക്കാം. ബോംബൈ ഹബ്ബ അഥവാ ഗൊംബൈ ഹബ്ബ എന്നാണ് കൊലുവിന് വേണ്ടി അവിടെയുള്ള ഭാഷ. നമ്മുടെ സ്വന്തം മലയാളത്തിൽ ബൊമ്മക്കുൾ, കൊലുപ്പൊടി, കൊലുവെക്കൽ, കൊലു ഇങ്ങനെ പറയും. കൊലു എന്ന വാക്കിനർത്ഥം നിരത്തിവെക്കൽ, അലങ്കാരമായി ക്രമീകരിക്കൽ, ഭംഗിയായി ക്രമീകരിക്കൽ. ഇതിന് ബൊമ്മയ്ക്ക് മലയാളത്തിലെ സമാനമായ പദങ്ങൾ: വിഗ്രഹങ്ങൾ, പാവകൾ, അതായത് കൊലുവിൽ വെക്കുന്ന പാവകൾ, കളിപ്പാവകൾ. ചുരുക്കി പറഞ്ഞാൽ ബൊമ്മക്കുൾ അഥവാ ബൊമ്മ ഗൊലു എന്ന് പറയുന്നത് ആന്ധ്ര തെലുങ്കാന സംസ്കാരത്തിലെ നവരാത്രി, ദസറ ഗോലുവിൽ വെക്കുന്ന പാവകളോ വിഗ്രഹങ്ങളോ ആണ്. ഉദ്ഭവവും വികാസവും കൂടെ നോക്കാം. ഇതിൻ്റെ ഉദ്ഭവ വികാസത്തിന് പിന്നിലെ ഒരു ഐതിഹ്യവും ഒരു ചരിത്രവും ഉണ്ട്. ഐതിഹ്യം: ദുർഗ മഹിഷാസുര യുദ്ധം നമുക്ക് ഏവർക്കും അറിയാമെന്നുള്ളതാണല്ലോ. ആ യുദ്ധത്തിൽ ദേവന്മാരും ദേവികളും അവരുടെ ശക്തിയെല്ലാം മഹാദേവി ദുർഗയ്ക്ക് നൽകി. ശക്തി നഷ്ടപ്പെട്ട ദേവന്മാർ, ദേവികൾ പ്രതിമകളായി തീർന്നു. യുദ്ധം ജയിച്ച ദേവിയെ ആരാധിക്കാൻ ആ പാവകളെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു തുടങ്ങി. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം.
ദേവിക്ക് ശക്തി കൊടുത്തവരുടെ ശക്തി നശിച്ചു, അവർ പാവകളായി തീർന്നു. ദേവി യുദ്ധം ജയിച്ചു വന്നു, ദേവിയെ ആരാധിക്കണം. അതാണല്ലോ നവരാത്രി കഥയുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആരാധിക്കാൻ വേണ്ടി ദേവിയെ ഇരുത്തിയപ്പോൾ ഈ ശക്തി നശിച്ച ഈ പാവകളെയും ആ കൂട്ടത്തിലിരുത്തി, അവിടെ ഇരുത്തി ആരാധിച്ചു. അപ്പോൾ പാവകൾക്ക് അവയുടെ ശക്തി തിരിച്ചു കിട്ടി, ദേവന്മാരുടെ ശക്തി തിരിച്ചു കിട്ടി. അപ്പോൾ ഇതുപോലെ പ്രതീകാത്മകമായി നമ്മൾ ബൊമ്മക്കൊലു വെച്ച് ആരാധിക്കുമ്പോൾ ശക്തിയില്ലാത്ത നമുക്ക് ദേവി ശക്തി പ്രദാനം ചെയ്യും. ഇതാണ് ബൊമ്മക്കൊലുവിനെ പാവകൾ വെച്ച് ആരാധിക്കുന്ന ഒരു രീതി. പാവകളുമായി ബന്ധപ്പെട്ട് ഒരാചാരമില്ല. ഹിന്ദുമതത്തിലേറെ ആചാരങ്ങളുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കാല് വാങ്ങിക്കൊടുക്കുക, കൈ വാങ്ങിക്കൊടുക്കുക, ശരീരം മൊത്തം വാങ്ങിക്കൊടുക്കുക, അതിൻ്റെ തകിടുകൾ വാങ്ങിക്കൊടുക്കുക. ഇത് ഹിന്ദുമതത്തിലെ ഒരു ആചാര രീതിയാണ്. അപ്പോൾ ഈ ഐതിഹ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദേവന്മാരുടെ ത്യാഗത്തെ ആരാധിക്കാൻ ഭക്തജനങ്ങൾക്ക് ഒരവസരം കിട്ടി. ഇതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. ഇനി എന്താണ് ചരിത്രമെന്ന് നോക്കാം. നമുക്ക് ഏവർക്കും അറിയാം വിജയനഗര സാമ്രാജ്യം. ഇതിൻ്റെ ചരിത്രം വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ബൊമ്മക്കൊലുവിൻ്റെ ചരിത്രത്തിന് ഒരു രാജകീയ പശ്ചാത്തലം ഉണ്ടെന്നർത്ഥം. വിജയനഗരത്തിൻ്റെ രാജകീയ നവരാത്രി ആഘോഷങ്ങളുമായി ബൊമ്മക്കുലുവിന് വിജയനഗരം പറയുമ്പം കുലു എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. ബൊമ്മക്കുലുവിന് ബന്ധമുണ്ട്. അവിടെയാണല്ലോ ഉത്ഭവം. വളരെ വിജയനഗര സാമ്രാജ്യം പടുക്കുന്നതിന് മുമ്പ് തന്നെ ബൊമ്മക്കുലുവിൻ്റെ പൂജാതി കർമ്മങ്ങൾ ആചരിച്ചു വരികയായിരുന്നു. ആചാരവും അനുഷ്ഠാനവുമായി കഴിഞ്ഞിരുന്നു. ഈ വിജയനഗര സാമ്രാജ്യത്തിൽ ഇത് വെച്ച് ആചരിച്ച് വിജയനഗര സാമ്രാജ്യം ഉത്തരോത്തരം വിജയത്തിലേക്കും ഉന്നതിയിലേക്കും വന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നും അതിനെ നായക് ഭരണാധികാരികളും പൊളിഗാർ ഭരണാധികാരികളും ദക്ഷിണേന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. അവരാണ് ഇതിനെ ദക്ഷിണേന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഇത് മതാചാരത്തിന് അതീതമായി ഒരു സാംസ്കാരിക ഉത്സവമായിട്ടാണ് ബൊമ്മക്കൊലു ആഘോഷിച്ച് വരുന്നത്. ഇനി കൊലുവിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പടവുകളാണ്. ബൊമ്മകൾ വെക്കുന്ന പടവുകളാണ്. പടവുകൾ 1 മുതൽ 9 വരെ ഉണ്ടാകും. ഒറ്റ സംഖ്യയിൽ മാത്രമേ. 1, 3, 5, 7, 9. നവരാത്രി ആയതുകൊണ്ട് ആ 9 പടവുകളാണ് കൂടുതലും ആൾക്കാർ വെക്കുന്നത്. വെക്കുന്ന പടവുകളിലെല്ലാം അത് നിറഞ്ഞു നിൽക്കണം. ചില ഏരിയകളിൽ അത് 11, 13, 15
17, 19, 21 നീണ്ടുപോകുന്നുണ്ട്. അവിടെ ഒറ്റ സംഖ്യ ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. ഇരട്ട സംഖ്യ വരാൻ പാടില്ല. പടവുകളാണ് ഒരു പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു, നവരാത്രിയുടെ 9 അഹോരാത്രങ്ങളെ ഓർമ്മിക്കാൻ, രാപ്പകലുകളെ ഓർമ്മിപ്പിക്കാൻ 9 പടവുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ബൊമ്മൈ ആണ്. ബൊമ്മയാണ്, പാവയാണ്, ബോംബെയാണ്, ഗൊബയാണ്. ഇതെല്ലാം വിവിധ ഭാഷയിലുള്ള വാക്കുകളാണല്ലോ. വിവിധ തരം പാവകൾ ഉപയോഗിക്കുന്നു. അത് കളിമണ്ണാകാം, മരം കൊണ്ട് നിർമ്മിച്ചതാകാം, കല്ലുകൊണ്ട് നിർമ്മിച്ചതാകാം. ഈയിടെയായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസും ഉപയോഗിക്കുന്നുണ്ട്. ഇനി അവിടെ എന്തൊക്കെ വയ്ക്കുന്നു? ദേവീരൂപങ്ങൾ വയ്ക്കുന്നു, ദേവരൂപങ്ങൾ വയ്ക്കുന്നു, പുരാണ കഥാപാത്രങ്ങൾ, രാജാവ്, രാജ്ഞി, പുരാണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, പിന്നെ സാമൂഹിക രംഗങ്ങൾ, ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചുള്ളത് പ്രതീകം, ജലാശയങ്ങൾ, പുൽമേടുകൾ, പർവ്വതങ്ങൾ, വൃക്ഷലതാദികൾ, ചെമ്പ് പാത്രങ്ങൾ, വിശേഷപ്പെട്ട ചെമ്പ് പാത്രങ്ങൾ, ചെമ്പ് പ്രതിമകൾ, ലോഹപ്രതിമകൾ, അതായത് ഇരുമ്പ് പോലുള്ള, സ്വർണ്ണപ്രതിമ, വെള്ളിപ്രതിമ, എനിക്ക് എന്തൊക്കെ വേണോ ഈ ലോകത്തിൽ എല്ലാ തരത്തിലുള്ള ലോഹപ്രതിമകളും നമുക്ക് ഈ ഗൊലുവിൽ ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. ഇനി ഇതിന് പാരമ്പര്യമുണ്ടോ എന്ന് നോക്കാം. മൂന്നാമത്തെ പ്രത്യേകതയാണ് പാരമ്പര്യം. ഏതെങ്കിലും ഒരു ഉത്സവത്തിന് പാരമ്പര്യമുണ്ടോ? നമ്മൾ പറയും അയ്യേ, നമ്മളിൽ പലരും പറയും അയ്യേ, ഇതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഉത്സവമാണ്, ഇതിന് ഏതൊരു തരത്തിലുള്ള പാരമ്പര്യവുമില്ല. പക്ഷെ അതല്ല. ഗൊലുവിൻ്റെ പാരമ്പര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഗൊലു പ്രതിമകൾ പാരമ്പര്യമായി സ്വത്ത് വീതിച്ചു കൊടുക്കുന്നത് പോലെ മാതാപിതാക്കൾ മക്കൾക്ക് കൈമാറുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. എത്ര സ്വത്താണ് വീതിച്ചു കൊടുക്കുന്നത്, അതുപോലെ അച്ഛനമ്മമാരുടെ കൈവശമുള്ള ആ പ്രതിമകളും മക്കൾക്ക് തന്നെ കൈമാറും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാവകൾ ചില വീടുകളിലുണ്ട്. 100 നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 100-നപ്പുറത്ത് 500 വർഷത്തെ പഴക്കമുള്ള പാവകൾ, ബൊമ്മൈകൾ, ബൊമ്മ പല വീടുകളിലുമുണ്ട്. ഇത് പാരമ്പര്യമായി കിട്ടിയതാണ്. നോക്കണേ, നമ്മളിൽ പലർക്കും ഇത് പുതിയ അറിവായിരിക്കും. ഗൊലു പ്രതിമ പാരമ്പര്യമായി കിട്ടുക, അതൊരു പുതിയ അറിവായിരിക്കും. ഇനി ഇത് മാത്രമല്ല, പലരും ഇത് കിട്ടുന്നതോടുകൂടി അതവിടെ വെച്ച് നിർത്തില്ല. അവർ വീണ്ടും പാവകൾ വാങ്ങും, ആ ശേഖരം വർദ്ധിപ്പിക്കും. ഗൊലു ശേഖരം ഓരോ വർഷം കഴിയും തോറും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഗൊലുവിൻ്റെ ഒരു പാരമ്പര്യമെന്ന് പറയുന്നത്. ഇനി ഇതാർക്കെങ്കിലും സമ്മാനമായി കൊടുക്കാറുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് നോക്കാം. നമ്മുടെയൊക്കെ മകളുടെ കല്യാണം കഴിയുമ്പോൾ മകളെ ഇന്ന വഴിക്ക് പോവേയില്ലേ, കുറച്ച് പാത്രങ്ങളൊക്കെ കൊടുത്തേക്കും. നിലവിളക്ക്, ചെമ്പ് പാത്രങ്ങൾ, ഐശ്വര്യകരമായിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കൊടുത്തേക്കും. അതേപോലെ തന്നെ ഇവിടെ ഈ കല്യാണം കഴിഞ്ഞു പോകുന്ന കുട്ടിക്ക് സ്ത്രീധനം കൊടുക്കുന്നത് പോലെ
വിവാഹ സമ്മാനമായിട്ട് ഈ ഗൊലു പ്രതിമകൾ നൽകും. കർണാടകയിലുള്ള ചില ഭാഗങ്ങളിൽ ഈ സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നത് പോലെ, കർണാടകയിലുള്ള ചില ഭാഗങ്ങളിൽ സ്ത്രീധനം ചോദിച്ച് വാങ്ങുമെന്നല്ല പറഞ്ഞു വരുന്നത്, ചില വിവാഹം കഴിക്കാൻ പോകുമ്പോൾ സ്ത്രീധനം ചോദിച്ച് വാങ്ങുന്ന പുരുഷന്മാരുണ്ടല്ലോ, ആ പുരുഷന്മാരെ പോലെ അവിടെയുള്ള പുരുഷന്മാർ ഗൊലുവിലുള്ള എന്തൊക്കെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അതവർ ഐശ്വര്യമായിട്ട് കാണുന്നു. അപ്പോൾ ഗൊലുവിൻ്റെ ആ പാരമ്പര്യവും അതിൻ്റെ ആ ഭക്തിയും നമ്മൾ പലർക്കും അറിയില്ല. സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനോടൊപ്പം അവിടെ നിന്നും ഗൊലുവിൽ വെച്ച ആ പ്രതിമകൾ കൂടെ കിട്ടുന്നത്, പഴക്കമുള്ള പ്രതിമകൾ കൂടെ കിട്ടുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീ ധനമായിട്ട്, സ്ത്രീയുടെ ഐശ്വര്യമായിട്ട് അതിനെ കാണുന്നു. കർണാടകയിലെ ചില ഭാഗങ്ങളിൽ പട്ടട ഗൊമ്പൈ എന്ന് പറയുന്നത് അത് ഇത്തരത്തിലുള്ള ഒരു ആചാരമാണ്. പട്ടട ഗൊമ്പൈ എന്നാണ് അതിന് പറയുന്നത്. ഇങ്ങനെ കൊടുക്കുന്നത് പുതിയ കുടുംബത്തിൻ്റെ പാരമ്പര്യം തുടരുന്നതിനാണ്. നമുക്ക് കേരളീയർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കേരളീയർ പാരമ്പര്യത്തെ നശിപ്പിക്കുന്നവരാണ്. അവർക്ക് പാരമ്പര്യം വേണ്ട. ഒരു ക്ഷേത്ര ആരാധനയുണ്ട്. ക്ഷേത്ര ആരാധനയെ എങ്ങനെ നിർത്താം? കുറച്ച് പോറ്റിമാരെ വിളിക്കുന്നു. പോറ്റിമാർ വലിയ പൈസ വാങ്ങുന്നു. ദൈവത്തിനവിടെ അവിടെ നിന്ന് പിടിച്ചു കെട്ടി അവർ കൊണ്ടുപോകുന്നു. എത്ര രസാവകം! ചിരിക്കാൻ തോന്നുന്നില്ലേ? കാരണം ദൈവത്തിനെ പിടിച്ചു കെട്ടാൻ കഴിയുമോ? മനുഷ്യന് ദൈവത്തിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ കഴിയുമോ? അപ്പോൾ ആ പാരമ്പര്യത്തെ നശിപ്പിക്കാൻ വേണ്ടി അച്ഛനമ്മമാർ സൂക്ഷിച്ചിരുന്ന, നമ്മുടെ മാതാപിതാക്കൾ സൂക്ഷിച്ചിരുന്ന ആ പാരമ്പര്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ദൈവത്തിനെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മൂർത്തിയെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നു. എങ്കിൽ പിന്നെ നേരത്തെ ഈ മൂർത്തിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടാകുമോ? ശക്തിയുള്ളത് കൊണ്ടാണല്ലോ അത് മൂർത്തി അവിടെ വിഗ്രഹമായി ഇരുന്നത്, ഐശ്വര്യമായി ഇരുന്നത്. അതിനെ ഏത് മന്ത്രത്തിന് പിടിച്ചു കെട്ടാൻ കഴിയും? ലോകത്തുള്ള ഒരു മന്ത്രത്തിനും അതിനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. പിന്നെ മനസ്സിലുള്ള ആ പിടിച്ചുകെട്ടൽ എന്ന് പറയുന്ന ആഗ്രഹത്തെ സാധൂകരിക്കാൻ ഇതുപോലുള്ള വസ്തുതകൾക്ക് കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഈ കർണാടകയിൽ പുതിയ കുടുംബത്തിൻ്റെ പാരമ്പര്യം തുടരുന്നതിന് വേണ്ടിയാണ് ഈ ഗൊലുവിലുള്ള പ്രതിമകൾ കൊടുത്തയക്കുന്നത്. ഇനി അഞ്ചാമത്തത് വിദ്യാഭ്യാസം. ഇതിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടുമോ എന്നതാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. ഈ ആചാരം കുട്ടികൾക്ക് പുരാണം, ഭാരതം, മഹാഭാരതം എന്നിവയെക്കുറിച്ചുള്ള കഥാപാത്രങ്ങളുടെ അറിവും അത് എഴുതിയ മഹത് വ്യക്തികളുടെ അറിവും സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അവസരമൊരുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം കുട്ടിക്ക് കിട്ടുന്നു. തൻ്റെ ഗ്രാമത്തിൻ്റെ പൈതൃക സമ്പത്ത് എന്തായിരുന്നു അത് ഗൊലുവിലൂടെ പ്രകടമാവുകയാണ്. തൻ്റെ കുടുംബത്തിൻ്റെ പൈതൃകം എന്തായിരുന്നു അത് അവിടുത്തെ ഗൊലുവിലൂടെ പ്രകടമാവുകയാണ്.
തൻ്റെ മതത്തിൻ്റെ പൈതൃകം എന്തായിരുന്നു അത് ഗൊലുവിലൂടെ പ്രകടമാകുന്നു. അപ്പോൾ വീട്ടിൽ ഗൊലു വയ്ക്കുന്നത് കൊണ്ട് അതിലൂടെ ഒരു സാംസ്കാരികതയും വിദ്യാഭ്യാസവും നമുക്ക് ലഭിക്കുന്നു. ഇനി 6 പറയുന്നത് കുടുംബ സംഗമമാണ്. ഗൊലുവിലൂടെ കുടുംബ സംഗമം. അതെങ്ങനെ ഗൊലുവിലൂടെ കുടുംബസംഗമം? ഒരു വീട്ടിൽ ഗൊലു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളെല്ലാം ഈ ഗൊലു കാണുന്നതിന് വേണ്ടി സുഹൃത്തുക്കളെ കൂട്ടി ഈ വീട്ടിലേക്ക് വരാറുണ്ട്. അങ്ങനെ അത് ഒത്തുചേരലിൻ്റെ വേദിയാകുന്നു. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാലോ ഈ വീട്ടിലുള്ളവരും അടുത്ത വീട്ടിലുള്ളതും സുഹൃത്തുക്കളും എല്ലാവരും കൂടെ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെ ഗൊലു എന്ന് പറയുന്നത് ഒരു കുടുംബ സംഗമത്തിൻ്റെ വേദിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 7 പറയുന്നത് ഇതൊരു സാംസ്കാരിക ഉത്സവമാണ്. സാംസ്കാരിക ഉത്സവം എന്ന് പറയുമ്പോൾ ഈ ഗൊലുവിൻ്റെ ആരംഭത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു മതപരമായ ആചാര അനുഷ്ഠാനമായിരുന്നു. എന്നാൽ ഇന്ന് അത് സമൂഹത്തെ കോർത്തിണക്കുന്ന ഒരു സാംസ്കാരിക ഉത്സവമായി മാറി. വ്യക്തികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, ബന്ധങ്ങളെ ബന്ധിപ്പിക്കുന്ന, സൗഹൃദങ്ങളെ ബന്ധിപ്പിക്കുന്ന, സാഹോദര്യത്തെ ബന്ധിപ്പിക്കുന്ന, സമൂഹത്തെ ബന്ധിപ്പിക്കുന്ന, സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സാംസ്കാരിക ഉത്സവമായി മാറിയിരിക്കുന്നു. 8 പ്രത്യേകത എന്ന് പറയുന്നത് കരകൗശല വസ്തുക്കളുടെ സംരക്ഷണം. ഇപ്പോൾ ബൊമ്മഗൊലു ഉള്ളതുകൊണ്ട് തന്നെ കരകൗശല വസ്തുക്കളുടെ സംരക്ഷണം പാരമ്പര്യത്തിലൂടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ മുതൽക്ക് 500 വർഷങ്ങൾക്കപ്പുറത്ത് ഒരു ശില്പി നിർമ്മിച്ച ഒരു വിഗ്രഹം ഗൊലു എന്ന സാംസ്കാരിക ഉത്സവം നടക്കുന്ന എന്ന് ഒന്നുകൊണ്ട് മാത്രം തലമുറകളിലൂടെ അത് കൈമാറി സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഗൊലു കൊണ്ട് കരകൗശല വസ്തുക്കളുടെ സംരക്ഷണം നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം വരെ ഏതൊരു പ്രാധാന്യവും കൊടുക്കാതെ കുറച്ചാൾക്കാർ ഏതൊരു പ്രാധാന്യവും കൊടുക്കാതെ കണ്ടിരുന്ന ഗൊലു എന്ന സാംസ്കാരിക ഉത്സവത്തിലൂടെ നമ്മൾ എന്തെല്ലാം കണ്ടിരിക്കുകയാണ്. അസാധാരണമായ കാര്യങ്ങളല്ലേ അവിടെ നമുക്ക് കാണാൻ പറ്റിയത്. പാരമ്പര്യം സംരക്ഷിക്കുന്നത് കാണാൻ പറ്റി, വിവാഹത്തിന് സമ്മാനം കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അതിൽ നിന്നും വിദ്യാഭ്യാസം കിട്ടുന്നു, കുടുംബ സംഗമം നടക്കുന്നു, കരകൗശല വസ്തുക്കളുടെ സംരക്ഷണം നടക്കുന്നു. സർവോപരി ഒരു സാംസ്കാരിക ഉത്സവം, എല്ലാ ജനങ്ങളെയും കോർത്തിണക്കുന്ന ഒരു ഉത്സവമായിട്ട് നമുക്ക് ഈ ഗൊലുവിനെ കാണാൻ നിലവിൽ കഴിയുന്നു. ഇനി ഗൊലുവിൻ്റെ പ്രധാന ലക്ഷ്യം, ഈ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ മീ ധ്യാനകേന്ദ്രത്തിലെ അവധൂത് ഗുരുപ്രസാദ് ജിയുമായി സംസാരിച്ചതിൽ നിന്നുമാണ് ഇനി പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത്. ദേവീ ആരാധന ഈ ദിവസങ്ങളിലൂടെ നടക്കുന്നതാണ്. ദേവീ ആരാധന എന്ന് പറയുമ്പോൾ 3 ഗുണങ്ങളെ, സത് രജ് തമ ഗുണങ്ങൾ, ദേവി സരസ്വതി,
ദേവി ലക്ഷ്മി, ദേവി പാർവതി, ഈ 3 ദേവിമാരിലൂടെ ഈ 3 ഗുണങ്ങളിലൂടെ ആരാധന നടത്തി അല്ലെങ്കിൽ കണ്ട് ഈ ഗുണങ്ങൾക്ക് അതീതരായിത്തീരുന്നു. ഗുണങ്ങൾക്ക് അതീത് ഗുണത്തിൻ്റെ ഉയരെ എത്തുന്നു. മറ്റൊന്ന് കലാപ്രകടനമാണ്. കലയെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം. അതേത് കലയാകാം? കഥയാകാം, പുരാണത്തിൽ കലയുണ്ട്, കഥയിൽ കലയുണ്ട്, സമൂഹത്തിലെ വിവിധ തരം രംഗങ്ങൾ അതിൽ കഥയുണ്ട്. ഇതെല്ലാം ഈ നമ്മുടെ ബൊമ്മക്കൊലുവിലൂടെ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്നു. മൂന്നാമത്തേത് സാംസ്കാരിക സംഗമം. മീ ധ്യാന കേന്ദ്രത്തിൽ തന്നെ ഈ ദിവസങ്ങളിൽ ഒരു സാംസ്കാരിക സംഗമമാണ് നടക്കുന്നത്. അവിടെ ഗൃഹസ്ഥന്മാർ വരുന്നു, ഭജനക്കാർ വരുന്നു, സാധകർ വരുന്നു, സന്യാസി ശ്രേഷ്ഠന്മാർ വരുന്നു, നാട്ടുകാർ വരുന്നു, ക്ഷേത്ര കമ്മിറ്റിക്കാർ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഒരു ഒത്തുചേരൽ, ഒരു ബന്ധുത്വം സ്ഥാപിക്കുന്നു. ഈ 3 കാര്യങ്ങളും പ്രധാനമാണ്. ഇനി ബൊമ്മക്കൊലുവിൻ്റെ ഘടന. ഒന്നാം പടിയിൽ ത്രിമൂർത്തി വിഗ്രഹങ്ങളാണ് വെക്കുക. അതായത് ദശമുഖ വിഗ്രഹം. ദശമുഖ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബ്രഹ്മാവിന് 4 മുഖം, വിഷ്ണുവിന് 1 മുഖം, പരമേശ്വരന് 5 മുഖം, പഞ്ചമുഖൻ. അങ്ങനെ ദശമുഖ വിഗ്രഹങ്ങളാണ് ഒന്നാം പടിയിൽ വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പരാശക്തി, സത്, രജ്, തമോ ഗുണ വിഗ്രഹങ്ങളും അതോടൊപ്പം സ്ഥാപിക്കുന്നു. രണ്ടാം പടി കഥകളിലെ ദേവീ ദേവന്മാർ. ഏറ്റവും അടിപ്പടി, താഴത്തെ പടിയിൽ ഗ്രാമജീവിതം, കച്ചവട സ്ഥലങ്ങൾ, സാംസ്കാരിക രംഗങ്ങൾ, ഉത്സവങ്ങൾ, മൃഗങ്ങൾ, കൃഷി തുടങ്ങിയവയിലെ പ്രതിരൂപമാണ് അവിടെ വെക്കുന്നത്. ഇവിടെ നടത്തുന്ന അറിവിൻ്റെ ഉത്സവമാണ്. ഇവിടെ വരുന്നവരോട് അവധൂതജി പറയാറുണ്ട്, ഈ ധ്യാന കേന്ദ്രത്തിൽ പൂജകളോ അർച്ചനകളോ ഇല്ല, അറിവിൻ്റെ സംഗമം മാത്രം. അറിവിൻ്റെ സംഗമം വരുമ്പോഴോ സാധകരുടെ സാധന മൂർച്ച കൂട്ടുന്നു. സാധകരുടെ സാധനയുടെ മൂർച്ച കൂട്ടുന്നു. അങ്ങനെ ആ മൂർച്ച കൂട്ടുന്ന മറ്റൊരു ഈ സാംസ്കാരിക ഉത്സവത്തിൽ വെച്ച് നൽകുന്ന ഒരു പുരസ്കാരമാണ് മാർഗബന്ധു പുരസ്കാരം. ഈ മാർഗബന്ധു പുരസ്കാരം ആർക്കാണ് കൊടുക്കുന്നത്? നമ്മൾ അനേകം പുരസ്കാരങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൽ നിന്നുമെല്ലാം വിചിത്രമായിരിക്കും മാർഗബന്ധു പുരസ്കാരം. മാർഗബന്ധു പുരസ്കാരം കിട്ടുന്നത് എങ്ങനെയുള്ള വ്യക്തിക്കെന്ന് നോക്കാം. അദ്ദേഹം, ആ വ്യക്തി 3 കാര്യങ്ങൾ ചെയ്ത വ്യക്തിയായിരിക്കണം. ഒന്ന്, അദ്ദേഹത്തിന് ഉപാസന ഉണ്ടായിരിക്കണം. സാധാരണ എല്ലാവർക്കും ഉപാസനയുണ്ട്. അപ്പം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഉപാസന അനുകരിച്ചുള്ള ജീവിതം നയിക്കുന്നയാളായിരിക്കണം. അതിന് സാധ്യത വളരെ കുറവാണ്. എല്ലാ വ്യക്തികളിലും ഉപാസനയുണ്ട്, പക്ഷേ ഉപാസന
അധികരിച്ചുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയാവാൻ സാധ്യതയില്ല. ഇനി മൂന്നാമത്തെ പ്രത്യേകതയിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ ഉപാസന സമർപ്പിച്ചിരിക്കണം. താൻ ചെയ്യുന്ന ഉപാസനയിലൂടെ നേടിയെടുത്ത ആ ശക്തി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാവർത്തികമാക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഉപാസന ഉണ്ടായിരിക്കണം, ഉപാസന അധികരിച്ചുള്ള ജീവിതം നയിക്കണം, ഉപാസന ആ അധികരിച്ചുള്ള ജീവിതത്തിൽ നിന്നും കിട്ടുന്ന ശക്തി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് നൽകിയിരിക്കണം. ഇങ്ങനെ ഉള്ള വ്യക്തിക്കാണ് മീ ടു മീ സെൻറ്റർ മാർഗബന്ധു പുരസ്കാരം നൽകുന്നത്. ഇനി ഈ മാർഗബന്ധു പുരസ്കാരം സ്വീകരിക്കാൻ ഇവിടെ എത്തുമ്പോഴോ ഇവിടെ സാധകരുണ്ട്. സാധകർക്കോ മാർഗബന്ധു പുരസ്കാരം വാങ്ങുന്നവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം, അവർക്കോ മാർഗബന്ധു പുരസ്കാരം സ്വീകരിക്കുന്നവർക്കോ ഇവിടെയുള്ള സാധകരുമായി സംസാരിക്കാനുള്ള അവസരം. ഇനി ഈ പുരസ്കാരം കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. സാധാരണ പുരസ്കാരം കൊടുക്കാൻ ചില ചടങ്ങുകളുണ്ട്. ഇവിടെ ചടങ്ങുകളല്ല ഉള്ളത്, ഇവിടെ ആചാര അനുഷ്ഠാനമാണ് ഉള്ളത്. ആ ആചാര അനുഷ്ഠാനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വരുന്ന വ്യക്തിയുടെ പാദപൂജ ചെയ്യുന്നു. പാദത്തിൽ തൊഴുക, പാദം കഴുകുക, ഇതൊക്കെ ഒരു മതത്തിൻ്റെ ആചാര അനുഷ്ഠാനമാണ്. അത് ആ മതത്തിനുള്ളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്കത് ശരിക്കും മനസ്സിലാകൂ. പുറത്തുനിന്ന് വിമർശിക്കാൻ ഉള്ള ഒരു വസ്തുവല്ല. അതവിടെ നിൽക്കട്ടെ. ഈ വരുന്ന വ്യക്തിയുടെ പാദപൂജ ചെയ്യുന്നു. പാദപൂജ നടത്തിക്കഴിഞ്ഞാൽ മാർഗബന്ധു പുരസ്കാര ജേതാവിന് പൂർണ്ണ കുംഭമാണ് നൽകുന്നത്. നോക്കൂ, നവരാത്രിയാണ്. നവരാത്രിക്ക് ഒരു അതിഥിക്ക് പൂർണ്ണ കുംഭം ലഭിക്കുക എന്ന് വെച്ചാൽ ആ പരാശക്തിയുടെ പ്രതീകമായിട്ട് കാണുന്നു. പരാശക്തിക്കാണ് നമ്മൾ പൂർണ്ണ കുംഭം വയ്ക്കുന്നത്. അപ്പോൾ മാർഗബന്ധു പുരസ്കാര ജേതാവിന് കൊടുക്കുമ്പോൾ ആ ജേതാവിനെ മീ ടു മീ സെൻറ്റർ ആരായിട്ട് കാണുന്നു? പരാശക്തിയുടെ അംശം അതിൽ കാണുന്നത് കൊണ്ടാണ് പൂർണ്ണ കുംഭം കൊടുക്കുന്നത്. ആചാരാനുഷ്ഠാനം തീരുന്നില്ല. പൂർണ്ണ കുംഭം കൊടുത്തതിന് ശേഷം ആരതി നൽകുന്നു. ദീപാരാധന, ആ വ്യക്തിയെ ശ്രേഷ്ഠനാക്കുന്നു. ദീപാരാധന നൽകുന്നു. തുടർന്ന് വളരെ ഭവ്യതയോടുകൂടി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ബൊമ്മക്കൊലുവിൻ്റെ ദർശനം നൽകുന്നു. ബഹുമാനത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന് ബൊമ്മക്കൊലുവിൻ്റെ ദർശനം നൽകുന്നു. ബൊമ്മക്കൊലുവിനെ വലം വയ്ക്കാനുള്ള ആ സന്ദർഭം നൽകുന്നു. ഇത്രയും കഴിഞ്ഞ് ബൊമ്മക്കൊലുവിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ആ കൊലുവിൻ്റെ മുന്നിൽ വെച്ച് ഈ പുരസ്കാരം ആ ജേതാവിന് നൽകുകയാണ്. സാധാരണ പുരസ്കാരങ്ങൾ നൽകുന്നത് സദസ്സിൻ്റെ മുന്നിൽ വെച്ചാണ്. ഇവിടെ സദസ്സിൻ്റെ മുന്നിൽ വെച്ചല്ല നൽകുന്നത്. ബൊമ്മക്കൊലുവിൻ്റെ, പാരമ്പര്യമുള്ള ബൊമ്മക്കൊലുവിൻ്റെ, ദൈവിക ചൈതന്യമുള്ള ബൊമ്മക്കൊലുവിൻ്റെ, പുരാണ കഥാപാത്രങ്ങളുള്ള ബൊമ്മക്കൊലുവിൻ്റെ, മഹാഭാരത കഥാപാത്രമുള്ള, രാമായണ കഥാപാത്രമുള്ള ബൊമ്മക്കൊലുവിൻ്റെ, ഈ പ്രകൃതി മൊത്തം അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. ആ കൊലുവിൽ നദിയുണ്ട്, പർവ്വതമുണ്ട്, പുൽമേടുണ്ട്,
ജലജീവിയുണ്ട്, മനുഷ്യജീവിയുണ്ട്, അവരുടെ പ്രതീകങ്ങളുണ്ട്, ഗ്രാമാന്തരീക്ഷമുണ്ട്. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ആ ബ്രഹ്മാണ്ടം മുഴുവനും ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ പുരസ്കാര സമർപ്പണം. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇതുപോലൊരു പുരസ്കാര സമർപ്പണം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും വിശാലമായിട്ട് ഹിന്ദു മതത്തിൻ്റെ പ്രധാന തത്വങ്ങളിലൊന്നിതാണ് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ദൈവം. അതല്ലേ ഇവിടെ നമുക്ക് ഈ ബൊമ്മക്കൊലുവിൽ കാണാൻ കഴിയുന്നത്. ഇതിനേക്കാൾ മഹത്തരമായ ഒരു കാര്യം ബൊമ്മക്കൊലുവിലല്ലാതെ മറ്റെവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഇനി നമ്മൾ പറയാറുണ്ട് ശങ്കരാചാര്യരുടെ വാക്യം, ബ്രഹ്മം സത്യം ജഗത് മിഥ്യ. ആകെ സത്യമായിട്ടുള്ളത് ബ്രഹ്മമാണ്, ഈ കാണുന്നതെല്ലാം മിഥ്യയാണ്. അപ്പോൾ ഇവിടെ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം തന്നെ ത്രിഗുണ പ്രതീകമാണ്. ഈ ത്രിഗുണത്തിലൂടെ നമ്മൾ പോകുന്നതോ ത്രിഗുണ അതീതത്തിലേക്ക് പോകും. ഗുണമെന്താണ്? ഊർജത്തിൻ്റെ വ്യതിയാനമാണ്, ഊർജത്തിന് വരുന്ന മാറ്റമാണ് ഗുണം. അതായത് ഊർജത്തിന് ഊർജത്തിൻ്റെ രൂപമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഊർജത്തിന് ഒരു രൂപം ഉണ്ടാക്കാൻ കഴിയും. ഊർജത്തിൻ്റെ വ്യതിയാനമാണ് ഗുണം. അങ്ങനെയെങ്കിൽ ഊർജത്തിന് രൂപം ഉണ്ടാക്കാൻ കഴിയും, ഗുണങ്ങൾ ഉണ്ടാക്കാനും കഴിയും. രൂപം മാത്രമല്ല, ഗുണങ്ങൾ ഉണ്ടാക്കാനും കഴിയും. രൂപം വരുമ്പോൾ നാമമുണ്ടാകും. നാമാദി ഉപാധികളിലൂടെ കാണുമ്പോൾ നമുക്ക് പ്രപഞ്ചാനുഭവം ഉണ്ടാകും. അപ്പോൾ നാമാദി ഉപാധികളിൽ കൂടെ കാണുമ്പോഴാണ് നമുക്ക് പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നത്. ആ ഉപാധി ഇല്ലെങ്കിലോ പ്രപഞ്ചം കാണാൻ കഴിയുന്നില്ല, ജഗത് മിഥ്യയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തത്വം നമുക്കിവിടെ അല്ലാതെ മറ്റൊരിടത്തും കാണാൻ കഴിയുന്നില്ല. ഇനിയും ഊർജം ഒരു പ്രപഞ്ചബോധത്തിൽ പ്രവർത്തിക്കുന്നു. ഊർജത്തിൻ്റെ പ്രവർത്തനം എപ്പോഴും പ്രപഞ്ചബോധത്തിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ ആകെ വസ്തുക്കൾ രണ്ടാണ്, ബോധവും ഊർജവും. ബോധവും ഊർജവും മാത്രമേ രണ്ട് വസ്തുക്കൾ. മനുഷ്യരിൽ ബോധവും ഊർജവും മാത്രമേ ഉള്ളൂ. നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരിലും ബോധവും ഊർജവും മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിലോ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ധ്യാനം. നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ്. യഥാർത്ഥ കാര്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് ധ്യാനമെന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇനി ഇവിടുത്തെ ബൊമ്മക്കൊലുവിൻ്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ കൂടെ പറയാം. അതിനോടൊപ്പം ഇവിടുത്തെ ഗൊലു എന്താണെന്നും ദൃശ്യാനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ബൊമ്മക്കൊലുവിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ കല്ലുണ്ട്, പുൽച്ചെടിയുണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്നവയുണ്ട്, കരയിൽ ജീവിക്കുന്നവയുണ്ട്, വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവയുണ്ട്, ഇഴയുന്നവ ഉണ്ട്, പറക്കുന്നവയുണ്ട്, 4 കാലിൽ നടക്കുന്നവയുണ്ട്, 2 കാലിൽ നടക്കുന്നവയുണ്ട്, ബൊമ്മകളുണ്ട്, വിവിധ ദേവവിഗ്രഹങ്ങളുണ്ട്, വിവിധ മതത്തിലുള്ള ചിഹ്നങ്ങളും അവരുടെ ദേവതാ സങ്കല്പങ്ങളും. ഇതുകൂടാതെ മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ,
കെട്ടിടങ്ങൾ, വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ശില്പങ്ങൾ, വസ്തുക്കൾ, അങ്ങനെ വൈവിധ്യമാർന്ന പ്രപഞ്ച സൃഷ്ടിയുടെ ധാരാളം പ്രതീകങ്ങളെ മീ ടു മീ ധ്യാന സെൻറ്ററിൻ്റെ, ധ്യാന കേന്ദ്രത്തിൻ്റെ ബൊമ്മക്കൊലുവിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ബൊമ്മക്കൊല്ലു കാണുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആനന്ദ അനുഭവമായിരിക്കും. ഒരു വർഷം ഈ ഗൊലു നമ്മൾ നേരിൽ കാണുകയാണെങ്കിൽ അടുത്ത വർഷവും ആ നവരാത്രിക്ക് ദിവസം എത്തുമ്പോഴത്തേക്കും നമ്മളറിയാതെ ഇവിടെ എത്തപ്പെടും. അതാണ് ഈ ഗൊലുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ നവരാത്രി ഭക്തർ ഗൊലു ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോ കാര്യം ദർശിക്കുന്നതിനോടൊപ്പം എൻ്റെ ശബ്ദ സന്ദേശം കൂടെ കേൾക്കുക. നാം ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ആറ്റത്തെക്കുറിച്ച്. നമുക്കറിയാമെന്നുള്ളതാണ്, ആറ്റത്തിൽ നിന്നാണ് പദാർത്ഥങ്ങൾ ഉണ്ടായതെന്ന്. ആറ്റം എന്താണ്? പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഘടകമാണ്. ആ ചെറിയ ഘടകം എന്താണ്? അത് ഊർജം തന്നെയാണ്. അതേ ഊർജം തന്നെയാണ് എല്ലാം സൃഷ്ടിച്ചത്. ആ കാണുന്ന ഊർജമാണ് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത്. അതായത് മനുഷ്യൻ, വെള്ളം, വായു, ഭൂമി, ഗ്രഹങ്ങൾ എല്ലാം ആറ്റങ്ങളിൽ നിന്നാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അനവധി ആറ്റങ്ങളും സംയുക്തങ്ങളും ചേർന്ന് നമ്മൾ കാണുന്ന വസ്തുക്കൾ, ജീവജാലങ്ങൾ, ഭൂമി ഇവയെല്ലാം ഉണ്ടായി, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രതീകമാണ് ബൊമ്മക്കൊലുവിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഇത്രയും കൗതുകവും വൈവിധ്യവുമായ വസ്തുക്കൾ ഒരുമിച്ചിരിക്കുന്ന ബൊമ്മക്കൊലു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവർക്ക് ആ സത്യം മനസ്സിലാകും. നാം അവയെ എല്ലാം വേർതിരിച്ച് കാണുവാൻ കാരണം അവയെ നാമരൂപാദികളിലൂടെ കണ്ടു എന്നതാണ്. രൂപമുണ്ടെങ്കിൽ നാമവുമുണ്ട്. എന്നാൽ നാമരൂപാദികൾക്കപ്പുറം നോക്കിയാൽ ഇവയിൽ ഊർജം മാത്രമേ ഉള്ളൂവെന്ന് ബോധ്യപ്പെടും. എല്ലാം ഒരേ ഊർജം, ഒരേ ഒരു ഊർജം. അപ്പോൾ പലതില്ല എന്ന് തെളിയുന്നു. ഊർജം പ്രവർത്തിക്കുന്നത് ബോധത്തിലാണ്. അതിനാൽ നമ്മളിൽ നിരീക്ഷകനാൽ ബോധമുണർന്നാൽ ഇവിടെ ഉള്ളത് ഊർജവും ബോധവും മാത്രമാണെന്ന് ബോധ്യപ്പെടും. ഇവിടെയാണ് ശ്രീ ശങ്കരാചാര്യരുടെ ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന ആപ്തവാക്യം. ഈ ഗൊലു ദർശനത്തിലൂടെ എല്ലാ ഭക്തരും ധന്യരായി തീർന്നിരിക്കും. എന്തിനാണ് നവരാത്രി ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് ഈ നവരാത്രി ദിവസം മുതൽ സത്, രജ്, തമോ ഗുണങ്ങൾക്ക് അതീതമായിട്ട് ആ ഗുണങ്ങളെയെല്ലാം മാറ്റി നിർത്തി സമത്വഭാവനയോടുകൂടി എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ നവരാത്രിക്ക് ഈ ദേവി, ഈ നവശക്തികൾ, ഞാൻ ഉൾപ്പെടുന്ന ഭക്തസമൂഹത്തിന് ആശിഷുകൾ നൽകട്ടെ. ആ ആശിഷുകൾ നമുക്ക് ഏറ്റുവാങ്ങാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശാരദീയ നവരാത്രി ആശംസകൾ അർപ്പിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.